ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുകയാണ്. വി കെ സനോജ്, ജൂൺ മാസത്തിലാണ് സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിൽ, അതായത് RSSന്റെ മേധാവി മോഹൻ ഭഗവത് ഉള്ള പരിപാടിയിൽ 3 VC-മാർ പോയത്. അന്ന് ഈ വിഷയം കാര്യമായി തന്നെ ഉയർത്തിയതാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നത് എങ്ങനെ എന്ന വലിയ രീതിയിൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയി ഉയർന്നതാണ്. ഇപ്പോൾ ഗോപാൽ പറഞ്ഞതുപോലെ തന്നെ ആരോപണം എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇപ്പോഴിതാ RSSന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ വന്ദേ മാതരത്തെ വ്യാഖ്യാനിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. മോഹനൻ കുന്നുമേൽ അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്കാണ് നമ്മുടെ രാജ്യത്ത് RSS ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു പരിധി വരെ നമുക്കിതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ UDF അധികാരത്തിൽ വന്നതിന് ശേഷം RSSന്റെ അജണ്ടകൾ യഥേഷ്ടം നടപ്പാവുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഗവർണറുമായി ഏറ്റുമുട്ടാനില്ല എന്നാണ്. ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം നിലപാടുകൾ ഗവർണർ ഉയർത്തിപ്പിടിച്ചാലും ഞങ്ങൾ എതിർക്കില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദ്യം കൊടുത്ത മെസ്സേജ്. അപ്പൊ പിന്നെ മോഹനൻ കുന്നുമനെ പോലുള്ള ഒരാൾ ഈ നിലയിൽ പെരുമാറുമ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദേശീയ പ്രസ്ഥാനത്തിന് സമുന്നതരായ നേതൃത്വം അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാട് നമ്മുടെ രാജ്യം കഴിഞ്ഞ BJP ഗവൺമെന്റ് വരുന്നതിന് മുന്നേയുള്ള കാലം വരെ ആ കാര്യങ്ങൾ നടപ്പാക്കി പോവുകയാണ്. പക്ഷെ ഇപ്പൊ ഭരണഘടനാ അസംബ്ലി മുന്നോട്ട് വെച്ച ആശയത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള, അത് പരസ്യമായി അതിനോടെല്ലാം എതിർപ്പ് പറഞ്ഞ് രാജ്യത്ത് ആ വിഭജന യുക്തിയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളുടെ എല്ലാം ചരിത്രം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. മതനിരപേക്ഷ ഉള്ളടക്കമാണ് അത് പ്രദാനം ചെയ്യുന്നത്. ആ മതനിരപേക്ഷ ഉള്ളടക്കത്തെ മതപരമായ ഉള്ളടക്കത്തിലേക്ക് മാറ്റാനുള്ള അപകടകരമായ നീക്കമാണ് സംസ്ഥാന ഗവൺമെന്റ്. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കരുത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടണം. സർവകലാശാലകളെ ഇങ്ങനെ RSSന് വിട്ടുകൊടുക്കരുത്. അന്ന് ഈ വിഷയം ഉണ്ടായപ്പോഴും വലിയ ലാഘവത്തോടെയാണ് പ്രതികരിക്കുന്നത് കണ്ടത്. 3 VC-മാരാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ശ്രീ സനോജ്, അതെ, മൂന്ന് VC-മാർ പങ്കെടുത്തു. സെനറ്റിലേക്ക് ആളുകളെ നിശ്ചയിച്ചു. കാർഷിക സർവകലാശാലയുടെ VC ആയിട്ട്. കാരണം ഒരു പ്രതികരണവുമില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ശക്തമായൊരു പ്രതികരണം നടത്തണ്ടേ മന്ത്രിമാർ? അതിന് ഗവൺമെന്റ് സംവിധാനത്തെ ഉപയോഗിക്കണ്ടേ? നേരത്തെ 10 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ്, LDFന്റെ ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരായിട്ട് സംസ്ഥാനത്ത് നിയമസഭയിൽ എതിരായി പ്രമേയം ഉൾപ്പെടെ പാസാക്കിയ അനുഭവം ഉണ്ടല്ലോ. ഒന്നിക്കില്ല അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ മന്ത്രിമാർ ആർജവത്തോടുകൂടി പറയണം. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ കുറെ ആളുണ്ടല്ലോ മന്ത്രിമാരായിട്ട്. അവരുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്ന് ഇക്കാര്യത്തിൽ അറിയാൻ താല്പര്യമുണ്ട്. ശരി, തീർച്ചയായും വളരെയധികം നന്ദി. ശ്രീ വി കെ സനോജാണ് പ്രതികരിച്ചത്. ഗോപാൽ, അത് തന്നെയാണ്, വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുമ്പോഴും മൗനം പാലിക്കുകയാണോ UDF സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ലീഗിന്റെ മന്ത്രിമാരും എന്ന ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തുന്നത്. ഗോപാൽ, അതെ, തീർച്ചയായും ആ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട് വിനീത. കാരണം ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് തൊട്ട് പിന്നാലെ വന്ന ഓരോ സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാം. ആദ്യം MG സർവകലാശാലയിൽ വൈസ് ചാൻസലർ നിയമനം, അതിനുശേഷം ആ വൈസ് ചാൻസലറുടെ ശുപാർശയോടുകൂടി MG സർവകലാശാലയിലേക്ക് RSSകാരായിട്ടുള്ള RSSന്റെ നേതാക്കളായിട്ടുള്ളവരെ സെനറ്റ് അംഗങ്ങളായി ഉൾപ്പെടുത്തിയത് വലിയ തരത്തിൽ പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയായിരുന്നു. പിന്നാലെ കാലിക്കറ്റ് സർവകലാശാലയിൽ സമാനമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. MG സർവകലാശാലയിൽ തന്നെ അധ്യാപക നിയമനത്തിൽ ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. RSS പൊതുപരിപാടികളിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു. അങ്ങനെ ഓരോന്നായി പറയുകയാണ് പ്രതിപക്ഷവും SFIയും LDFും CPMും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടത് അനിവാര്യതയാണ്. ആ ഘട്ടത്തിലാണ് വന്ദേ മാതര വിവാദം സംസ്ഥാനത്ത് ആഗസ്റ്റ് 15 ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കത്തിപ്പടരുന്നത്. ആ വിഷയത്തിൽ ഒരു പരിധിവരെയെങ്കിലും സമ്മർദ്ദത്തിലായി പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിവിധ നിലപാടുകളൊക്കെ സർക്കാർ എടുത്തുവെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ സർവകലാശാലയുടെ വൈസ് ചാൻസലർ തലപ്പത്തിരിക്കുന്ന ആ വ്യക്തി ഒരു RSS പൊതുപരിപാടിയിലെത്തി പറയുകയാണ് വന്ദേ മാതരമാണ് നമ്മൾ ആലപിക്കേണ്ടത്, വന്ദേ മാതരം ആലപിക്കാത്തവർ അമ്മയാരാണെന്ന് അറിയാത്തവരാണ് എന്ന് പറയുമ്പോൾ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന മേഖലകളാണ്. ചാൻസലർ കീഴിലാണ് വൈസ് ചാൻസലർ നിയമനവും നടപടിക്രമങ്ങളും എല്ലാമെങ്കിലും പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും അടക്കം പ്രതികരണം ശരി, എങ്ങനെയാണ് അതാണ് പ്രത്യേകിച്ച് പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. നേരത്തെ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുത്തതിനെ അപലപിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിൽ ഇതിൽ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും ഇതിൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ആവശ്യമാണ്.